കർക്കിടക മാസത്തിന് വലിയ പ്രാധാന്യമാണല്ലേ നമുക്ക്. കർക്കിടക മാസം ഇപ്പോൾ കഴിയാറായി. കർക്കിടക മാസം ആരംഭത്തിൻ്റെ തലേന്ന് വീടും പരിസരവും വൃത്തിയാക്കി പഴയതൊക്കെ കളഞ്ഞ്, അതായത് ദാരിദ്ര്യത്തെ കളഞ്ഞ് ശ്രീലക്ഷ്മിയെ വീട്ടിലേക്ക് വരണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കും. ആഹാര രീതികളിലും വളരെ പ്രത്യേകതയുള്ള മാസമാണ്. പത്തില കറികളും മരുന്ന് കഞ്ഞിയൊക്കെ ആയിട്ട്, പിന്നെ കർക്കിടക ചികിത്സ, അമാവാസി നാളിന് ബലിതർപ്പണം, അങ്ങനെ കർക്കിടകത്തിന് വളരെ പ്രാധാന്യമുണ്ട് കേരളത്തിൽ. ഇന്നത്തെ വീഡിയോയിൽ രാമായണ മാസത്തിൽ വളരെ പ്രാധാന്യമുള്ള കൂടൽമാണിക്യത്തിൽ പോയപ്പെടുത്ത കുറച്ച് വ്യൂസാണ് കേട്ടോ. ശരിക്കും ഈ രാമായണ മാസത്തിൽ നാലമ്പല ദർശനത്തിനാണ് വളരെ പ്രാധാന്യമുള്ളത്. ഞാനിപ്പോൾ ഇന്ന് കൂടൽമാണിക്യം മാത്രമാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണിതിൽ. കർക്കിടക മാസം അവസാനിക്കാറായ സമയത്താണ് ഞാൻ വന്നത് തൊഴാനായിട്ട്. അതും ഒരു ഈവനിങ്ങിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ അത്ര തിരക്കുണ്ടായിരുന്നില്ല, സുഖമായിട്ട് തൊഴാൻ പറ്റി. ഇവിടെ കർക്കിടക മാസം തുടങ്ങുമ്പോൾ തൊട്ട് ഭയങ്കര തിരക്കാണ്, നാലമ്പല ദർശനത്തിനുള്ള തിരക്ക്. അതായത് നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ക്യൂ നിന്ന് കയറുന്നില്ല, അതുപോലെ ക്യൂ നിന്നിട്ടാണ് ആൾക്കാർ കയറുന്നത് കേട്ടോ തൊഴാനായിട്ട്. പുണ്യമാസമായ രാമായണ മാസത്തിൽ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് വളരെ നല്ലതായിട്ടാണ് കരുതുന്നത്. ശ്രീരാമൻ തൃപ്രയാറും, ഭരതൻ ഇരിങ്ങാലക്കുടയിലും, ലക്ഷ്മണൻ തിരുമൂഴിക്കുളത്തും, ശത്രുഘ്നൻ പായമ്മലും ആണ് ഉള്ളത്. തൃപ്രയാറ് മുതൽ നാലമ്പല യാത്രയ്ക്ക് ആകെ 107 കിലോമീറ്ററാണുള്ളത്. ഇപ്പോൾ എല്ലാവരും ലാസ്റ്റ് ഗുരുവായൂരും കൂടി കയറി തൊഴുതിട്ടാണ് മടങ്ങണത്. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഇവിടെ ഭരതപ്രതിഷ്ഠ. ഇടത്തെ വശത്തുള്ള മുകളിലത്തെ തൃക്കൈയിൽ സുദർശന ചക്രവും താഴെ പാഞ്ചജന്യം എന്ന ശംഖും, വലത്ത് വശത്തെ മുകളിലത്തെ തൃക്കൈയിൽ അക്ഷമാലയും താഴെ കൗമോദകി എന്ന ഗദയുമാണ്. രാജകിരീടത്തിന് പകരം ജടാധാരിയാണ്. ഇവിടുത്തെ കുലീബിനി തീർത്ഥക്കുളമാണത്. ഈ കുളത്തിൽ ഗംഗ, യമുന, സരസ്വതി നദികളുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. ഇതിൽ മത്സ്യങ്ങളല്ലാതെ മറ്റ് ജലജന്തുക്കളില്ല. ദേവന്മാരും പിതൃക്കളും ഋഷികളും ഭഗവാന്റെ ആഗ്രഹപ്രകാരം കുളത്തിൽ മത്സ്യരൂപത്തിൽ വിഹരിക്കുന്നുണ്ടെന്നാണ് ഭക്തർ കരുതുന്നത്. ഭഗവാനും പിതൃക്കൾക്കും വേണ്ടിയാണ് മീനൂട്ട് വഴിപാട് നടത്തുന്നത് ഇവിടെ വരുമ്പോൾ ഈ കുളവും നമ്മൾ വലം വയ്ക്കാറുണ്ട്. ഇത്തവണ വന്നപ്പോൾ നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവിടെയൊക്കെ പന്തലിട്ടിട്ടുണ്ട് കേട്ടോ. കൂടൽമാണിക്യം ഭരതസ്വാമി സന്താനദായകനും രോഗശാന്തി ചെയ്യുന്നവനാണ്. സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടുകൾക്ക് പുറമെ കളഭം, താമരമാല, ശർക്കര കൂട്ടുപായസം, നെയ്വിളക്ക്, ത്രിമധുരം, മീനൂട്ട്, വഴുതനങ്ങ നിവേദ്യം എന്നിങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വഴിപാടുകൾ. ആൺകുട്ടി ഉണ്ടാകുന്നതിന് കൂട്ടുപായസവും പെൺകുട്ടി ഉണ്ടാകുന്നതിന് വെള്ള നിവേദ്യവും ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. പിന്നെയുള്ളത് ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കായിട്ട് നടത്തുന്ന നാണയപ്പറ. ഉത്സവകാലത്താണ് നാണയപ്പറ ചെയ്യാനായിട്ട് തിരക്ക് കൂടുതലുള്ളത്. അമ്പലത്തിലെ പുത്തരി നിവേദ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുക്കുടി കഴിച്ചാൽ ഒരു വർഷം യാതൊരു രോഗവും ഉണ്ടാവില്ലെന്നാണ് വിശ്വാസം. നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിന് വന്ന് കണ്ട് മടങ്ങണ ഒരു ഫീലല്ല നാലമ്പല ദർശനത്തിന് വന്ന് മടങ്ങുമ്പോൾ ഉണ്ടാവുന്നത്. രണ്ടും രണ്ട് തരാം. ഉത്സവം എന്ന് പറഞ്ഞാൽ 10 ദിവസം നമ്മളിവിടെ ഭയങ്കര ഉത്സാഹം തന്നെയാണ്. ഇത് വേറൊരു തരം ഫീല്. ഞങ്ങളിവിടെ ഈവനിങ്ങിൽ വന്ന് തൊഴുതിറങ്ങുമ്പോൾ പുറത്തുള്ള കുറച്ച് കടകളൊക്കെയാണ് കേട്ടത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇവിടെ നടയിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ തിരക്ക് എങ്ങനെയാവും എന്ന് കാണാനായിട്ടൊന്ന് വന്നു. കർക്കിടകം ചന്ദ്രൻ്റെ മാസമായിട്ടാണ് പറയണേ. സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയുമാണെന്നാണ് ജ്യോതിഷത്തിൽ. സൂര്യൻ ശിവനും ചന്ദ്രൻ പാർവതിയും എന്ന് കരുതുന്നു. പണ്ട് പഞ്ഞമാസമായിരുന്ന കർക്കിടകം ഇന്ന് പുണ്യമാസമായിട്ടുള്ള രാമായണ മാസമായിട്ട് മാറി. രാമായണ പാരായണത്തിലൂടെ ദുരിതങ്ങളിൽ നിന്നും കരകയറാമെന്ന വിശ്വാസത്തിൽ കർക്കിടക മാസത്തെ രാമായണ മാസമായി നമ്മളിപ്പോൾ ആചരിക്കുന്നു. നാലമ്പല ദർശനത്തിന് പണ്ടത്തെക്കാളും പ്രാധാന്യം കൂടി വന്നു. പുതുവർഷം നല്ലതാവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിട്ടും രാമായണ മാസത്തെ നമുക്ക് കാണാം.
ചെയ്യാം.